എന്തെങ്കിലും സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. കുന്നാണ് പറയുമ്പോ എന്താ, വീട്ടിലെ ഇളയ കുട്ടി, വേണ്ടപ്പെട്ടവരെല്ലാരും ചുറ്റിനുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ബർത്ത്ഡേക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അതെ, ഞങ്ങൾ എന്തായാലും ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് അല്ലേ എന്തിരിത്? എനിക്ക് വേണ്ട, ഇവിടെ ആരുടെയും ഗിഫ്റ്റ് വേണ്ട. നോക്കിക്കോ, നാളെ രാവിലെ തന്നെ ഞാൻ പുറത്തോട്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും. എന്നിട്ടേ അലഞ്ഞു തിരിഞ്ഞു നടക്കും. സത്യം പറഞ്ഞ തെരുവിലെ പിച്ചക്കാരുടെ കൂടെ ഇരുന്ന് വേണം ആഘോഷിക്കാൻ. അങ്ങനെ വേണം നിങ്ങളോടൊക്കെ പകരം വീട്ടാൻ. എടി നീ ഒന്ന് അടങ്ങ്. മമ്മി ചിലപ്പോ ടെൻഷനിൽ വിട്ടുപോയതാവും. ഞാൻ ചെന്ന് പറയാം. ആരോടും പറയണ്ട. ചേച്ചിക്ക് ഞാൻ പറയുന്ന മനസ്സിലായോ? അവര് സ്വയം ഓർക്കുന്നെങ്കിൽ ഓർക്കട്ടെ. എന്തായാലും ഇതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവിടെ നടക്കുന്ന പല പ്രോബ്ലംസിനും താഴെയാ എന്റെ ബർത്ത്ഡേ. അതെ, വേദ അങ്ങനെ പറയരുത്. ഞാനിവിടെ വന്നു കയറിയ കാലം മുതൽ ഇവിടെ ഏറ്റവും ആഘോഷമായി നടക്കുന്ന ചടങ്ങ് വേദയുടെ ബർത്ത്ഡേ ആണ്. അത് ഇത്തവണത്തോട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഞാൻ അവരുടെ കൂടെ ആഘോഷിച്ചോളാം. അവൾക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ വിഷമില്ലാതിരിക്കോ? നമ്മളും അതങ്ങ് മറന്നു. എങ്ങനെ ഓർക്കാനാ? മനസ്സിന്ന് തീയിറങ്ങിയിട്ട് വേണ്ടേ? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ അവൾ കുഴപ്പമുണ്ടാക്കും. നന്ദിനി ഗർഭിണിയല്ല എന്നറിഞ്ഞതോടെ അങ്കിളാകെ തകർന്നിരിക്കുക. അതിന്റെ പേരിൽ സന്തോഷമുള്ളത് ആന്റിയുടെ മനസ്സിൽ മാത്രമാണ്. അതെ, താനൊരു കാര്യം ചെയ്യും. നന്ദിനിയോട് പകരം വീട്ടാൻ ഈ ബർത്ത്ഡേ കെങ്കേമമാക്കാൻ ആന്റിയോട് പറ. അത് തന്നെ നടക്കും. വിജയ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കണമെങ്കിൽ അവളുടെ പേര് തന്നെ ഉപയോഗിക്കണം. അവളുടെ ഒരു യോഗം. സർ, സാറെന്താ പുറത്തൊന്നും പോവാതിരുന്നത്? ഇന്ന് സാർ കുടിച്ചില്ലേ? ഇല്ല. എന്തു പറ്റി? അച്ഛനെ താങ്ങണ്ടോ? ഇല്ല. അച്ഛൻ എന്നോട് പിണങ്ങിയിരിക്കുക. അച്ഛന് വല്ലാത്ത സങ്കടമായി. ഞാൻ പറഞ്ഞില്ലേ സാറിനോട് അച്ഛൻ അങ്ങനെയുള്ള പ്രതീക്ഷ കൊടുക്കരുതെന്ന്? അപ്പൊ സാറ് വാശി കാണിച്ചു. എല്ലാ ഒരു കളിതമാശയായിട്ട് അച്ഛൻ എടുക്കുന്ന ഞാൻ കരുതി. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അച്ഛൻ എന്നെ അടിച്ചോട്ടെ, പക്ഷെ അതിലെനിക്ക് പരാതിയില്ല. പക്ഷെ അച്ഛൻ എന്നോട് മിണ്ടാതിരിക്കുന്നത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല നന്ദിനി. ഈ കുടുംബത്തിൽ എല്ലാവരും എനിക്ക് ശത്രുക്കളാ. ഈ ലോകത്ത് സിൻസിയറായിട്ട് എന്നെ സ്നേഹിക്കുന്നത് അച്ഛനാ. ഞാനീ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യ. ഞാനൊരു നല്ല കാര്യം ചെയ്യൊന്നും വേണ്ട, അങ്ങനൊന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി അച്ഛൻ്റെ മനസ്സ് സന്തോഷിക്കാൻ. എന്നിട്ട് അതിനെക്കുറിച്ച് എപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരോടും എനിക്കത് പറയേണ്ടി വന്നു സർ. എന്നായാലും ഈ കള്ളക്കഥയ്ക്കൊരു അവസാനം ഉണ്ടാവണമല്ലോ.
പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ യതീന്ദ്രൻ സാർ എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എല്ലാം തകർന്നു പോയ ഒരാളുടെ അവസ്ഥയായിരുന്നു അത്. കുറച്ചെങ്കിലും ഇതിനൊക്കെ കൂട്ടു നിന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് കുറ്റബോധം തോന്നി. ഏയ്, താൻ എന്ത് ചെയ്തു? തുടക്കം മുതലേ താനിതൊക്കെ എതിർത്തതല്ലേ? ഞാനല്ലേ പിന്നെ വാശി പിടിച്ചത്. അച്ഛനും കൂടി മിണ്ടാതായല്ലേ എനിക്ക് ഈ വീട് നരകം പോലെയാവും. പിന്നെ എനിക്കിവിടെ നിൽക്കാൻ തോന്നില്ല. ഞാൻ എവിടേക്കെങ്കിലും പോവും. എന്തൊക്കെയാ സാർ ഈ പറയുന്നേ? പോകാനുള്ള തടസ്സം ഇപ്പൊ താനാ. ഞാൻ പുറത്തെവിടെയെങ്കിലും പോയാ എല്ലാവരും കൂടെ തന്നെ കുത്തിപ്പറിക്കും. സാരമില്ല, അങ്ങനെ പോണമെന്ന് തോന്നിയാ ഞാൻ തന്നെ കൊണ്ട് വീട്ടിൽ വിടാം. സാർ എങ്ങോട്ടും പോണ്ട, ആരെയും പിരിഞ്ഞു നിൽക്കും വേണ്ട. ഞാൻ സാറിന്റെ അച്ഛനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ. ഏയ് വേണ്ട നന്ദിനി, അച്ഛന്റെ ദേഷ്യവും സങ്കടമൊന്നും അവസാനിച്ചിട്ടുണ്ടാവില്ല. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ സർ. എന്താ സർ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല. മോളിനിയും കിടന്നില്ലേ? ഇല്ല. എങ്കിൽ പോയി കിടന്നോ. സാറിന് ഉറക്കം വരുന്നില്ല അല്ലേ? സൂര്യ സാറിനോട് പിണങ്ങിയ പിന്നെ എങ്ങനെയാ ഉറക്കം വരിക? പെട്ടെന്ന് തോന്നിയൊരു ദേഷ്യത്തിന്റെ പേരിൽ ഞാൻ അവനെ തല്ലി. ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ സാറ് തല്ലിയതിന് സൂര്യ സാറിന് പരാതിയൊന്നുമില്ല. അവിടെ സൂര്യ സാറ് മുറിയിൽ ഉറങ്ങാതിരിക്കുക. അവൻ ഉറങ്ങാലോ. അവൻ ഉറങ്ങാൻ മദ്യം തലക്കി പിടിച്ചാ പോരെ. എനിക്കാ ശീലമില്ലല്ലോ. സൂര്യ സാറ് മദ്യപിച്ചിട്ടില്ല, ഇന്ന് പുറത്തു പോയിട്ടുമില്ല. അച്ഛൻ മിണ്ടാതായ പിന്നെ ഈ വീടൊരു നരകം പോലെ ആയിത്തീരും, എങ്ങോട്ടെങ്കിലും പോയിക്കളയെന്നൊക്കെയാ പറഞ്ഞത്. അങ്ങനെ ഒരു ഭീഷണി ഉണ്ടല്ലോ. അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടി ബാഗിലിടുക, പോവുക. ബാധ്യതകളൊന്നുമില്ലല്ലോ. പറഞ്ഞ് മോഹിപ്പിച്ചവന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ മോഹിച്ചു പോയവരെന്ത് ചെയ്യും? എല്ലാം പറയാൻ ഞാൻ ആദ്യമേ തയ്യാറായതാ. സൂര്യ സാർ സമ്മതിക്കണ്ടേ? തെറ്റ് ചെയ്തത് ഞാനാ. ഇന്നും അവൻ ഇതുപോലുള്ള കുസൃതികൾ ചെയ്യുന്നത് കണ്ടിട്ട് ഇക്കാര്യത്തിൽ എന്തോ അതൊരു കുസൃതിയാണെന്ന് കാണാൻ തോന്നിയില്ല. വിശ്വസിച്ചു, സന്തോഷിച്ചു. അതിന്റെ പേരിൽ കുറെ മനക്കോട്ടകളും കെട്ടി. മോളവനോട് പറയണം, വീട് വിട്ടു പോകാനൊന്നും തീരുമാനിക്കരുതെന്ന്. അവനിവിടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാൻ പോലും തോന്നില്ല. അവൻ എൻ്റെ ജീവനാ മോളെ. അവസാന കാലം വരെ അവൻ അടുത്തുണ്ടാവണമെന്ന് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.